Good morning. Communicable disease is also known as an infectious disease. പകർച്ചവ്യാധികൾ അല്ലേ? പകർച്ചവ്യാധികൾ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു ആരോഗ്യമില്ലാത്ത എന്ന് വെച്ചാൽ രോഗബാധിതമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ത്രൂ എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? നമുക്ക് ജലത്തിൽ കൂടെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടെ, വായുവിൽ കൂടെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ കൂടെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കിട്ടുന്നത്. അതുമാത്രമല്ല, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ടുവരുന്ന കോസേറ്റീവ് ഏജൻസും ഡിഫറൻ്റ് ആണ്, ട്രാൻസ്മിഷൻ മോഡും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വൈറൽ ഡിസീസസ്, കുറച്ച് വൈറൽ ഡിസീസ് നമുക്ക് പരിചയപ്പെടാം. മാംസ്, ചിക്കൻ ബോക്സ്, റുബല്ല, എക്സെട്ര. ഇതൊരു ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. എങ്ങനെയാണ് ചിക്കൻ ബോക്സ് ഉണ്ടാവുന്നത്? ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലൂടെ നമ്മുടെ ശരീരമെമ്പാടും കുമിളകൾ ഉണ്ടാകുന്നു. ചിക്കൻ ബോക്സ് കൊണ്ടുവരുന്ന ഒരു കോസേറ്റീവ് ഏജൻ്റാണ് നമ്മുടെ വെർസെല റോസ്റ്റർ. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞ ഒരു വ്യക്തി 78 മണിക്കൂറിനുള്ളിൽ വെർസെല റോസ്റ്റർ ഇമ്യൂണോഗ്ലോബുലിൻ വാക്സിനേഷൻ നമ്മൾ എടുക്കണം. ചിക്കൻ ബോക്സ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തുള്ള പാടുകൾ പാടുകൾ ഡിസപ്പിയർ ആവുന്നവരെ നിങ്ങൾ ഒരു റൂമിൽ ഐസൊലേറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾ പറയണം, ഇതുപോലെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞു, ഞാൻ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എൻ്റെ സ്രവത്തിൽ നിന്നോ എൻ്റെ കുമിളകൾ പൊട്ടി വരുന്ന ആ ഒരു ദ്രാവകത്തിൽ നിന്ന് പകരാമെന്ന് നിങ്ങൾ തന്നെ വേണം നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനോട് മനസ്സിലാക്കേണ്ടത്. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഒരു 48 അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആദ്യം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ശരീരമെമ്പാടും നമുക്ക് കുമിളകളാകുന്നു. ചെറിയൊരു പനി, ഛർദിൽ, തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ഇങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങൾ വരുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ് നമ്മൾ തന്നെ ആദ്യമേ എടുക്കുക, മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടി. കുഞ്ഞു കുട്ടികളിലാണ് ചിക്കൻ ബോക്സ് കാണപ്പെടുന്നത്, പക്ഷേ മുതിർന്നവർക്കും കാണാം. അത് കുറച്ചും കൂടെ ആകാം ആ ഒരു അവസ്ഥ. അപ്പോൾ വാക്സിനേഷൻ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. താങ്ക് യു.